UAE ജോലി തേടി വരുന്നവർ മറ്റെവിടെയും പോകുന്നവർ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഫേക്ക് ആയിട്ടുള്ള ജോബ് ഓഫർ തരുന്നവരെ എങ്ങനെ നമുക്ക് കണ്ടെത്താൻ പറ്റും, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾക്കൊരു ഓഫർ ലെറ്റർ ലഭിച്ചാലോ അവർക്ക് വെബ്സൈറ്റ് ഉണ്ടോ നോക്കുക, എന്താണ് അവരുടെ സർവീസസ്, എന്താണ് പ്രോഡക്ട്സ് എന്ന് നോക്കുക, ആ കമ്പനിയുടെ കോൺടാക്ട് ഇൻഫർമേഷൻ ഒന്ന് നോക്കുക, കമ്പനിക്ക് ഓഫീസ് ഉണ്ടോ, ഓഫീസ് നമ്പറോ മറ്റു നമ്പറോ കൊടുത്തിട്ടുണ്ടോ, എവിടെ നിന്നാണോ നിങ്ങൾക്ക് ഇമെയിൽ വന്നിരിക്കുന്നത്. റിക്രൂട്ട്മെന്റ് ഏജൻസിന്നാണ് വന്നിട്ടുണ്ടെങ്കിൽ അത് വേറെ വിഷയമാണ്. അതിന് മിക്കവാറും പറ്റിക്കപ്പെടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. മറിച്ച് കമ്പനിയിൽ നിന്നാണ് ഡയറക്റ്റ് ഓഫർ വരുന്നതെങ്കിൽ ആ കമ്പനിയുടെ ഇമെയിൽ അഡ്രസ്സും ആ വെബ്സൈറ്റിന്റെ കണക്റ്റഡ് ആണോ നോക്കുക. ജിമെയിലോ അല്ലെങ്കിൽ യാഹുവോ അല്ലെങ്കിൽ ഹോട്ട്മെയിലോ അല്ലെങ്കിൽ ഔട്ട്ലുക്കോ അല്ലാതെ ലെജിറ്റിമേറ്റ് ഡൊമൈൻ ആണോ എന്ന് നമ്മൾ പരിശോധിക്കണം ആ ഇമെയിൽ വരുന്നത്. ഇനി അത് റിക്രൂട്ട്മെന്റ് കമ്പനി ആണെങ്കിൽ ആ റിക്രൂട്ട്മെന്റ് കമ്പനിയുടെ വെബ്സൈറ്റും അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ നമ്മൾ തിരക്കുക. വരുന്ന ലെറ്ററിലോ ഇമെയിലോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടോ നോക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അങ്ങനെ എങ്ങനെ കണ്ണിൽപ്പെട്ടാൽ ഉടനെ തീരുമാനിച്ചോളൂ അത് ഫേക്ക് ആണ്, ഓൾമോസ്റ്റ് അത് ഫേക്ക് ആയിരിക്കും. പിന്നൊന്ന് ഇൻസ്റ്റന്റ് ജോബ് ഓഫർ, അൺബിലീവബിൾ ആയിട്ടുള്ള സാലറി. മറ്റൊന്ന് അപ്രണ്ട് ആയിട്ട് പൈസ വയ്ക്കുന്നുണ്ടോ നോക്കാം. ഒരിക്കലും കാശ് കൊടുത്ത് നിങ്ങൾ ജോബ് ഓഫർ സ്വീകരിക്കരുത്, അത് കംപ്ലീറ്റ്ലി ഫേക്ക് ആണ്. പിന്നെന്ന് പറഞ്ഞാൽ ജോബ് ഡിസ്ക്രിപ്ഷൻ ഒന്ന് ശ്രദ്ധിക്കാം. അത് ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ ആണോ അല്ല വെയ്ഗായിട്ട് പലരും പറയും. ഇങ്ങനെയുള്ള ജോബ് ഓഫറിൽ നമ്മൾ ഡിസ്ക്രിപ്ഷനും വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ പേഴ്സണൽ ഡോക്യുമെന്റ്സ് ഡാറ്റ ഷെയർ ചെയ്യരുത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അവരുടെ ലിങ്ക്ഡിൻ പേജ് നോക്കുക. ആ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ അവരുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ നടത്തുക. ഗൂഗിളിൽ പോവുക, ഗൂഗിൾ റിവ്യൂവിൽ നോക്കുക. പലപ്പോഴും ഇങ്ങനെ ഫേക്ക് ആയിട്ടുള്ള കമ്പനികളാണെങ്കിൽ ഗൂഗിളിൽ ആരെങ്കിലൊക്കെ ഒരു പ്രാവശ്യമെങ്കിലും റിവ്യൂ ഇട്ടിട്ടുണ്ടാവും, അത് ചെക്ക് ചെയ്തിട്ടുണ്ടാവും. ഇതൊക്കെ നോക്കിയിട്ട് ലെജിറ്റിമേറ്റ് മാത്രം പോവുക. നിങ്ങൾ ആരെങ്കിലും ഒരാളെ ബന്ധപ്പെട്ടാൽ അല്ലെങ്കിൽ GCCയിൽ എവിടെയാണെങ്കിലും നാട്ടിലുള്ള കേരളത്തിലുള്ള ആരെങ്കിലും ഒരാൾ വർക്ക് ചെയ്തിട്ടുണ്ടാവും, ഇന്ന സ്ഥലത്ത് വർക്ക് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ കാര്യത്തിനാണെന്ന് വെച്ചിട്ട് അവരോട് നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ തിരക്കാം. പലപ്പോഴും നിങ്ങളോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ ജോബ് ഓഫർ തരുന്നവര് എന്താണെന്നറിയോ, ആരോട് പറയരുത്, ഇത് നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ്, അതുകൊണ്ട് നിങ്ങൾ ആർക്കും പറഞ്ഞാൽ നിങ്ങളുടെ ജോബ് അവർക്ക് കിട്ടും, നിങ്ങൾക്ക് പോകുന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ ഫ്രോഡുകൾ ഇങ്ങനെ ചെയ്യുക. അതുകൊണ്ട് അതൊരിക്കലും വിശ്വസിച്ചിട്ട് നിങ്ങൾ കാശ് കൊടുക്കരുത്. ഇവയിൽ തന്നെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ബന്ധപ്പെട്ടവരുണ്ട്. അവരുടെ നേരിട്ടുള്ള കഥകൾ അറിഞ്ഞത് കൊണ്ടാണ് ഞാൻ ഈ വിഷയം നിങ്ങളെ ധരിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇനിയും കുടുങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഒരാൾ കാശ് വാങ്ങിച്ചിട്ട് ജോബ് ഓഫർ ചെയ്യില്ല. ജാഗ്രത. മുനീർ